ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗര്യയജ്ഞത്തിന്റെ 158 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി വത്സല ഗോപാലകൃഷ്ണനാണ്. ഇന്ന് ഞാൻ വായിക്കേണ്ടി വരുന്നത് ഇന്നലെ രാത്രിയിലാണ്. ഇന്ന് ചെയ്യേണ്ട കുട്ടി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ആൻറ്റി എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ ഞാൻ പോവുകയാണ്, അതുകൊണ്ട് നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിപ്പോ ഞാൻ വേറെ ആരെയും കണ്ടുപിടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വായിക്കാൻ തീരുമാനിക്കുന്നത്. സായിരാം. വത്സല പറഞ്ഞോളൂ. ഓം ശ്രീ സായിരാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. साईराम. ഓം ശ്രീ സായിരാം. 21ാമത്തെ സായി വാണിയിൽ നിന്നും പ്രകൃതി ഈശ്വരൻ മനുഷ്യൻ എന്ന ചാപ്റ്ററാണ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത്. പ്രകൃതി ഈശ്വരൻ മനുഷ്യൻ. മനുഷ്യൻ ആഹാരവും ലൗകിക വസ്തുക്കളും അന്വേഷിച്ച് അവിടെയും ഇവിടെയും ഓടുന്നു. പദവിയും സമ്പത്തും പേരും പെരുമയും അന്വേഷിക്കുന്നു. പക്ഷേ കുറച്ചു പേർ മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി അന്വേഷിക്കുന്നുള്ളൂ. ഇതാണ് നിങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്ന സത്യം. മനുഷ്യൻ ഭൗതിക ജ്ഞാനത്തിന് അതീവ ആഗ്രഹത്തോടുകൂടി ശ്രമിക്കുന്നു. പക്ഷേ മോക്ഷലബ്ധിക്കുള്ള ജ്ഞാനം നേടുവാൻ ശ്രമിക്കുന്നതേയില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ പ്രപഞ്ചം ഈശ്വരന്റെ അതുല്യമായ അത്ഭുതകരമായ പ്രത്യക്ഷതയാണ്. നിങ്ങൾ ഈ ബൃഹത്തായ സൃഷ്ടിയിലേക്ക് ദൃഷ്ടി തിരിച്ചാൽ നിങ്ങളിൽ ദൈവഭക്തിയും ഭയഭക്തി ബഹുമാനവും ആദരവും നിറയും. ഈ സൃഷ്ടിയുടെ അന്തരാർത്ഥം അറിയുന്നതിനാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആദ്യ വീക്ഷണത്തിൽ നാം കാണുന്നത് അചേതന വസ്തുക്കളായ കുന്നുകളും പർവ്വതങ്ങളുമാണ്. ഈ വസ്തുക്കളിൽ ചൈതന്യത്തിന്റെ ഒരു ലക്ഷണവും കാണുവാൻ നമുക്ക് കഴിയില്ല. രണ്ടാമത്തെ ഇനം വസ്തുക്കൾ വൃക്ഷങ്ങളാണ്. അവയിൽ ചൈതന്യമുണ്ട്. അവ പക്ഷേ ഒരു സ്ഥാനത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുവാനുള്ള ചലനശേഷി ഇല്ലാത്തവയാണ്. അവ വ്യതിചലിക്കുന്നില്ല. മൂന്നാമത്തെ ഇനം ജീവനുള്ള വസ്തുക്കളാണ്. ചൈതന്യത്തോടൊപ്പം തന്നെ അവയ്ക്ക് ചലനശേഷിയുമുണ്ട്. മനുഷ്യൻ നാലാമത്തെ ഇനത്തിൽ പെടുന്നു. അത് പരിപൂർണ വളർച്ച പ്രാപിച്ച ചൈതന്യം മാത്രമല്ല, മറ്റൊരു അസാധാരണവും അത്ഭുതകരവുമായ ഗുണവും കൂടിയുണ്ട്. അതാണ് സംഭാഷണം എന്ന പരമോന്നതമായ കഴിവ്. അചേതനത്തിൽ തുടങ്ങി ചേതനയുള്ളതും ചലനശേഷിയുള്ളതും സംഭാഷണ ശേഷിയുള്ളതുമായ മനുഷ്യവർഗവും ഇവിടെയുണ്ട്. സൃഷ്ടികർമ്മത്തിലെ ഈ പുരോഗമനത്തെ നാം ശരിയായി മനസ്സിലാക്കിയാൽ മനുഷ്യന്റെ ആവിർഭാവം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഓം എന്നതാണ് അക്ഷരമാലയിലെ പ്രഥമാക്ഷരം.
കഠിനമായ തപസ്സനുഷ്ഠിച്ചും അഗാധമായ അന്വേഷണങ്ങൾ നടത്തിയും പുരാതന കാലത്ത് ഋഷിമാർ മനുഷ്യജന്മം എത്ര അപൂർവമാണെന്ന് മനസ്സിലാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. വേദാഹം പുരുഷം മഹാന്തം ആദിത്യവർണ്ണാം തമസപരസ്താത്. സൂര്യനെ പോലെ പ്രഭയുള്ളവനും അന്ധകാരത്തിന് അതീതനായനുമായ പരമപുരുഷൻ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അവരുടെ തപസ്, ധ്യാനം, സഹജജ്ഞാനം എന്നിവയിലൂടെ അവർ 2 വസ്തുതകൾ തിരിച്ചറിഞ്ഞു. 1 അക്ഷരം, 2 സംഖ്യ. അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഓം ആകുന്നു. ബാക്കി എല്ലാ അക്ഷരങ്ങളും പ്രണവത്തിൽ നിന്നും ഉണ്ടായതാണ്. എല്ലാ അക്ഷരങ്ങളിലും ആദ്യത്തെ അക്ഷരം ഓം ആണ്. അക്ഷരമാലയിലെ ബാക്കി എല്ലാ അക്ഷരങ്ങളും അതിനുള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഭജനവേളയിൽ ഹാർമോണിയം വായിക്കുമ്പോൾ അതിലെ കട്ടകൾ അമർത്തി സരിഗമ പധനി എന്ന സംഗീത സ്വരങ്ങൾ ഉളവാക്കുന്നു. ഈ സപ്തസ്വരങ്ങളുടെ ഉറവിടം എന്താണ്? ഒരേ വായു തന്നെയാണ് ഈ സ്വരങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ വായു ഓങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ ഓം തന്നെയാണ് സരിഗമ എന്ന വിഭിന്ന സ്വരങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ സംഖ്യകളിൽ നാം 1 തുടങ്ങി 9, 10 വരെ എത്തുന്നു. എല്ലാ സംഖ്യകളിലും 1 പ്രഥമ സംഖ്യയാണ്. ബാക്കി എല്ലാ സംഖ്യകളും 1ന്റെ വിവിധ തരത്തിലുള്ള ഗുണങ്ങളാണ്. നിങ്ങൾ 9ൽ നിന്നും 1 എടുത്തു മാറ്റിയാൽ 8 കിട്ടുന്നു. 8ന്റെ കൂടെ 1 ചേർത്താൽ 9 കിട്ടുന്നു. വരുന്നതും പോകുന്നതും 1 മാത്രമാണ്. അവശേഷിക്കുന്നതും 1 തന്നെയാണ്. ഇതിൽ നിന്നും ഋഷികൾ അനുമാനിച്ചത് എന്താണ്? ആദ്യവും അന്ത്യവും 1 തന്നെ. അത് ഈശ്വരനാണ്. അത് 1 അഥവാ ഏകം അതായത് പ്രപഞ്ചത്തിന്റെ ബീജമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. തൊണ്ടില്ലാതെ ഒരു ബീജത്തിനും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ധാരാളം ഉമി അല്ലെങ്കിൽ തൊണ്ടുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിന്റെ ഭാഗങ്ങൾ കാണുവാൻ സാധിക്കാത്തത്. പ്രപഞ്ചത്തിന് പ്രകൃതിയാണ് തൊണ്ട്. ഈശ്വരനാകുന്ന ബീജം അതിനുള്ളിൽ ആവൃതമായി സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയാകുന്ന തൊണ്ടുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈശ്വരനാകുന്ന ബീജത്തെ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. പ്രകൃതിയെക്കുറിച്ചുള്ള സത്യം അറിയുവാൻ നാം പരിശ്രമിക്കണം. ഉപനിഷത്തുകൾ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഈശാവാസ്യം ഇദം സർവം. എല്ലാത്തിലും ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ ആകമാനം അന്തർലീനമായിരിക്കുന്നത് ഒരേ ഒരു വസ്തുവാണെന്നാണ്. ഉപനിഷത്തുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സത്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ വസ്തുക്കളുടെയും സത്യം അന്വേഷിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, എന്തിനാണ് പ്രകൃതി ഉണ്ടായത്? പരിണാമ പ്രക്രിയയുടെ ഏറ്റവും ശ്രേഷ്ഠമായ നേട്ടമായ മനുഷ്യനെ സൃഷ്ടിയിൽ അന്തർലീനമായിരിക്കുന്ന ഈശ്വരനെ കുറിച്ച് ബോധവാൻ ആക്കുക എന്നതാണ് പ്രകൃതിയുടെ കർത്തവ്യം. പർവ്വതങ്ങൾ തങ്ങളുടെ പാറക്കെട്ടുകൾ നൽകി ഭവനങ്ങൾ നിർമ്മിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നു. ഭവന നിർമ്മാണത്തിന് വേണ്ടതായ ഗാർഹിക ആവശ്യത്തിന് വേണ്ടതായ വിറകും മറ്റും വൃക്ഷങ്ങൾ നൽകുന്നു. ജന്തുവർഗത്തിലെ എറുമ്പ് മുതൽ ആന വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യനെ സഹായിക്കുന്നു. പശുക്കൾ പോഷകഗുണമുള്ള പാൽ നൽകുന്നു. കാളകളെ ഭക്ഷണധാന്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി നില മുഴുവാൻ ഉപയോഗിക്കുന്നു. പക്ഷികൾ, മത്സ്യങ്ങൾ, ആടുകൾ തുടങ്ങി എല്ലാ മൃഗങ്ങളും മനുഷ്യനെ വിവിധ രീതിയിൽ സഹായിക്കുന്നു. ഈ വിധത്തിൽ വീക്ഷിക്കുമ്പോൾ സൃഷ്ടിയിലെ എല്ലാ വസ്തുക്കളും മനുഷ്യനെ അവന്റെ ജീവിതം നയിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്നുവെന്ന് കാണാം. സൂര്യനും ചന്ദ്രനും പോലും മനുഷ്യന് സേവനം നൽകുന്നു. ഋഷികൾ സൂര്യനെ ഒരു പ്രധാനപ്പെട്ട ദേവനായി കരുതി ആദരിച്ചത്, ഒരു മന്ത്രത്തിലൂടെ ആദരിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. മനുഷ്യന് പ്രകൃതിയോടുള്ള ഋണബാധ്യത. അങ്ങനെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും ധാരാളം കടങ്ങൾ വാങ്ങിക്കൊണ്ട് പ്രകൃതി നൽകുന്ന നിരവധി സൗകര്യങ്ങളെ ആസ്വദിക്കുന്നു. പക്ഷേ അവൻ എന്ത് കൃതജ്ഞതയാണ് പ്രകൃതിക്ക് നൽകുന്നത്? സർവവും നൽകുന്ന ഈശ്വരനെ അവൻ വിസ്മരിക്കുന്നു. അതാണ് അവൻ ധാരാളം വൈഷമ്യങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇരയാകുന്നത്.
അവൻ ഈശ്വരനിൽ നിന്നും അനേകം വരദാനങ്ങൾ സ്വീകരിക്കുമ്പോൾ പ്രകൃതിക്കോ ഈശ്വരനോ ഒന്നും തന്നെ തിരികെ നൽകുന്നില്ല. മനുഷ്യന്റെ പെരുമാറ്റം എത്ര അസ്വാഭാവികവും ഹൃദയശൂന്യവുമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. തിന്മയ്ക്ക് പകരം നന്മ നൽകുവാൻ പോലും നമ്മോട് ഉപദേശിക്കുമ്പോൾ നന്മയ്ക്ക് പകരം തിന്മ നൽകുവാൻ നന്മയ്ക്ക് പകരം നന്മ നൽകുവാൻ പരാജയപ്പെടുന്നത് എത്ര അനുചിതമാണ്. മനുഷ്യൻ പ്രകൃതി പഠിപ്പിക്കുന്ന മഹത്തായ പാഠങ്ങൾ ഒന്നും പഠിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പ്രതിഫലേച്ഛയില്ലാതെ സേവനം നൽകുക എന്നതാണ്. ജനങ്ങൾ ചോദിക്കുന്നു, ഈശ്വരൻ എവിടെയാണ്? പ്രകൃതി തന്നെ ഉത്തരം നൽകുന്നുണ്ട്. പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും പഞ്ചകോശങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങുന്ന തങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? കൃത്യനിഷ്ഠയോടെ മാറി മാറി വരുന്ന ഋതുഭേദങ്ങൾ മനുഷ്യന് നല്ലൊരു ഗുണപാഠം നൽകുന്നു. അതുകൊണ്ട് ഈശ്വരൻ ഉണ്ടെന്ന് നിസ്സംശയം തെളിയിക്കുന്ന തെളിവാണ് പ്രകൃതി. പ്രകൃതിക്ക് ഒരാളോടും ഒരു കടപ്പാടുമില്ല. അത് ഒരാളിൽ നിന്നും ആജ്ഞകൾ സ്വീകരിക്കുന്നില്ല. അത് ഈശ്വരേച്ഛയ്ക്ക് അനുസരിച്ചു മാത്രം പ്രവർത്തിക്കുന്നു. ജയ സായിരാം. എൻ്റെ അനുഭവങ്ങൾ പറയാൻ പോവാണ്. അതായത് ഞങ്ങൾ എങ്ങനെ പുട്ടപ്പർത്തിയിലെത്തി. അതില് ഞങ്ങൾ പുട്ടപ്പർത്തിയിൽ എത്തിയതിനേക്കാളും പ്രധാനം ഭഗവാൻ എൻ്റെ സർവജ്ഞത, ഭഗവാന്റെ കാരുണ്യം. ഭഗവാൻ ഒന്നും മറക്കുന്നില്ല എന്നുള്ളതാണ്. ഞാന് വർഷത്തില് പിന്നെ പല പല സ്ഥലത്താണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ ട്രാൻസ്ഫറിനനുസരിച്ച്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ജീവിക്കാനും ഒരുപാട് ആൾക്കാർ, അതുകൊണ്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറാനുള്ള ഒരു കഴിവ് ഭഗവാനായിട്ട് എനിക്ക് നൽകി. കാരണം പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ആൾക്കാര് പലതരത്തിലുള്ള പിന്നെ ഇത് ജീവിച്ചതുകൊണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ 25 വർഷം ബംഗാളിലായിരുന്നു. അവിടെയാണെങ്കിൽ ഞങ്ങൾ താമസിച്ച സ്ഥലം ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയിലെ സർവ്വ സ്റ്റേറ്റിലെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുമായിട്ടും ഒരേപോലെ ഒരു വ്യത്യാസവും കാണാതെ ജീവിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ എനിക്ക് നൽകി. അതെല്ലാം എന്തിലേക്കാണ് നയിച്ചത്? ഈ പുട്ടപ്പർത്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പണ്ട് എൻ്റെ മകളാണ് ഞങ്ങളുടെ ആക്ച്വലി ഭഗവാനിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന വലിയൊരു ശക്തി ഞങ്ങളുടെ മകളാണ്. അവള് 18 വയസ്സിൽ ഭഗവാൻ അനന്തപൂർ കോളേജിൽ BA ചേർന്നു. അതിനുശേഷം അവള് ഭഗവാൻ എന്ത് പറയുന്നു അതിനപ്പുറം ഒന്നും ചെയ്യില്ല. അവളുടെ കരിയറോ അവളുടെ വിവാഹമോ അവളുടെ ഏത് കാര്യവും എന്തും അവള് ഭഗവാൻ പറയുന്നത് മാത്രമേ ചെയ്യൂ. നാട്ടിൽ വരണമെങ്കിൽ പോലും ഭഗവാൻ പോയിട്ട് വരൂ എന്ന് പറഞ്ഞാലേ അവള് വരൂ, അല്ലെങ്കിൽ അവൾ ടിക്കറ്റ് പോലും ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അവള് ഞങ്ങൾക്ക് ഒരുപാട് ഭഗവാനിൽ പിടിച്ചു നിർത്താനുള്ള ഒരു വലിയ പ്രേരക ശക്തി ഞങ്ങളുടെ മകളായിരുന്നു. അപ്പൊ അവളിവിടെ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് വന്നപ്പോ 91 കേരളത്തിലോട്ട് വന്നപ്പോൾ ഞാൻ അടിക്കടി 2 മാസം 3 മാസത്തിലൊരിക്കലും ഇവിടെ വരും. പുട്ടപർത്തി വന്ന് ഭഗവാന്റെ ദർശനമൊക്കെ എടുത്തു പോകും. അതുകൊണ്ടാണ് എനിക്ക് ഭഗവാനായിട്ട് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ചത്, ഭഗവാൻ നൽകിയ അനുഭവങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചത്. അങ്ങനെ ഇരിക്കെ ഞാൻ പണ്ടെന്നോ ഒരിക്കൽ വെറുതെ വെച്ച് പുട്ടപർത്തി താമസിച്ചാൽ കൊള്ളാം അല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കറിയാം അത് അസംഭാവ്യമാണ്. എൻ്റെ അച്ഛനമ്മമാരെ പ്രായമായിട്ട് ജീവിച്ചിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് പുട്ടപർത്തിയിലൊന്നും വന്ന് താമസിക്കാനേ പറ്റില്ല. അങ്ങനെ വളരെ പണ്ഡിതനും വളരെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. ഒരുപാട് പുസ്തക കളക്ഷൻ 10,000-15,000 പുസ്തകങ്ങൾ കളക്ട് ചെയ്ത കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരാള് ട്രിവാൻഡ്രം വിട്ടൊന്നും വരുന്ന പ്രതീക്ഷിക്കാനേ പറ്റില്ല. പക്ഷേ വളരെ കാലം മുമ്പ് ഒരുപാട് വർഷം മുമ്പ്, എനിക്ക് ഡേറ്റ് പോലും ഓർമ്മയില്ല, 2000 എപ്പോഴുമാണ് ഭഗവാൻ എനിക്കൊരു ദർശനം തന്നു. അതെന്താണെന്ന് സ്വപ്ന ദർശനം തന്നു. അതെന്താന്ന് വെച്ചാല് അന്ന് ആ കാലത്ത് പിന്നെ ഭഗവാന്റെ കുൽവന്ത് ഹാൾ, ഇപ്പൊ ഇരിക്കുന്ന കുൽവന്ത് ഹാളിന് നേരെ ഇരിക്കുന്ന റൗണ്ട് ബിൽഡിങ്ങിന്റെ പേര് സായി വദനം എന്നായിരുന്നു. പിന്നെയാണ് റൗണ്ട് 1, 2, 3 എന്നൊക്കെ പേരിട്ടത്. അപ്പൊ സായി വദനം. അപ്പൊ ആ സായി വദനത്തില് ഭഗവാൻ താഴത്തെ നിലയിൽ ഇടത്ത് ഭാഗത്ത് ഭഗവാൻ എന്നെയും മോളെയും കൊണ്ട് പോകുന്നു. എന്നിട്ട് സ്വാമി ചോദിച്ചു, ഈ വീട് മതിയോ നിങ്ങൾക്ക് പുട്ടപ്പർത്തി താമസിക്കാൻ ചോദിക്കും. ഞങ്ങൾ സ്വാമി അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സ്വാമി എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞു. നല്ല വീടാണ്, റൗണ്ട് ബിൽഡിങ്ങിലെ താഴത്തെ ഇടത്ത് വശത്ത്. എനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണിന്റെ മുമ്പിൽ അത് നിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഞാനത് മറന്നു. പിന്നെ ഞങ്ങള് തിരുവനന്തപുരത്ത് താമസിക്കാൻ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പം
അങ്ങനെ പുട്ടപർത്തി ഒന്ന് സെറ്റിൽ ചെയ്യണമെന്നൊരു മനസ്സിലുണ്ടായിരുന്ന പണ്ടെന്നോ തോന്നിയ ഒരു ആഗ്രഹം. പിന്നെ അത് ഓരോ ജീവിതത്തിന്റെ ഓരോ സമയത്തിനിടയ്ക്ക് അത് വിട്ടു. പിന്നെ എല്ലാവരെയും നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നൊന്നും ശരിയല്ലല്ലോ, എല്ലാവരുടെ ആഗ്രഹങ്ങളും നമുക്ക് നോക്കണമല്ലോ. അപ്പൊ ഞാൻ അതിനെപ്പറ്റിയൊന്നും പിന്നെ സ്വാമി അടുത്ത് പ്രാർത്ഥിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വീടായിരുന്നു. ഞങ്ങളുടെ റോഡിൽ ഏറ്റവും മനോഹരമായ വീടായിരുന്നു ഞങ്ങൾ, ഏറ്റവും പഴയതും പ്രാചീനം എന്ന് പറയാം. അതായത് എൻ്റെ അമ്മയ്ക്ക് 8 വയസ്സുള്ളപ്പോ എൻ്റെ അമ്മയുടെ അച്ഛൻ നാരായണ പിള്ള, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വളരെ പ്രധാനപ്പെട്ട, തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട വലിയ കേശവൻ നായർ, ഡോക്ടർ കേശവൻ നായർ, രാമൻ തമ്പി എന്നൊക്കെ പറഞ്ഞ് വളരെ അവർ 4-5 പേര് ചേർന്നിട്ട് ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ പിന്നെ അന്തരംഗ ശിഷ്യനായ, അതായത് നേരിട്ട് ശിഷ്യനായിരുന്ന തുളസി മഹാരാജ്, അദ്ദേഹത്തിന് നിർമ്മലാനന്ദ സ്വാമി എന്നായിരുന്നു പേര്. അദ്ദേഹം ബാംഗ്ലൂർ വന്നിട്ട് അദ്ദേഹത്തിനെ കേരളത്തില് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം വളർത്തുന്നതിനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ തിരുവനന്തപുരത്ത് വന്നപ്പം ഇവരെല്ലാരും കൂടെ അദ്ദേഹത്തെ സ്വീകരിച്ച്, അപ്പൊ അങ്ങനെ എൻ്റെ അപ്പൂപ്പൻ സർവ്വതും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. ശ്രീരാമകൃഷ്ണന്റെ പാദങ്ങളിലും ശ്രീ നിർമ്മലാനന്ദ സ്വാമി, എൻ്റെ അമ്മ അവര് 10 പേരാണ്, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആയിട്ട്. എല്ലാവരും ശ്രീ ഭഗവാന്റെ അടുത്ത് തന്നെ, അത് നിർമ്മലാനന്ദ സ്വാമിയിൽ നിന്ന് തന്നെ ഉപദേശം വാങ്ങിച്ചു. അങ്ങനെ കഴിയുന്നു. അങ്ങനെയായപ്പോ അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് 8 വയസ്സുള്ളപ്പോ എൻ്റെ അപ്പൂപ്പൻ ഒരു വീട് വെക്കാൻ, തിരുവനന്തപുരത്ത് ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. അപ്പൂപ്പൻ്റെ കുടുംബത്തോട് ചേർന്നുള്ള ഒരു 25 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു വീട് വെച്ചു. ആ വീട് വെക്കുമ്പോ അതിന് അടിത്തറ ഇടാനായിട്ട് നിർമ്മലാനന്ദ സ്വാമിയാണ് വന്നത്, അടിസ്ഥാന കല്ലിട്ടത്. അതുകൊണ്ട് തന്നെ ആ വീടിന് നിർമ്മലാലയം എന്ന് പേരിട്ടു. നിർമ്മലാലയം എന്ന് പേരിട്ട് അത് ഞാൻ കുട്ടിക്കാലത്ത് കഴിച്ചത് ഒരുപാട് പേർക്ക് സന്തോഷം ഒരുപാട് നൽകിയൊരു വീടാണ്. ഞാൻ 91 തിരിച്ചു വന്ന ശേഷം ഞാൻ ആ വീട്ടില് പ്രശാന്തി കിൻഡർ ഗാർട്ടൻ എന്നൊരു ഡേ കെയർ തുടങ്ങി. അവിടെ ബാലവികാസ്, അവിടെ ഭജന, അവിടെ ബ്ലൈൻഡിന്റെ കുടുംബസംഗമം, അവിടെ ക്ലാസ്സുകൾ, അവിടെ ഏത് സമയത്തും ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ, നാരായണ സേവ, ഇങ്ങനെ ഒന്നൊന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ആ റോഡിൽ എല്ലാവർക്കും വളരെ പ്രിയമുള്ള ഒരു വീടായിരുന്നു ഈ നിർമ്മലാലയം. എല്ലാവർക്കും വളരെ സന്തോഷം. പഴയതാണെങ്കിലും പഴമയില്ലാതെ പുതുതായിട്ട് നല്ല ഗാർഡനും ധാരാളം പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് എനിക്ക് അതിനോടൊക്കെ പ്രേമം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ നടത്തി നന്നായിട്ട്. അപ്പൊ എല്ലാവരും പറയും ഇവിടെ വന്നിരിക്കുമ്പോ പ്രശാന്തി നിലയത്തിലിരിക്കുന്ന പോലെ, പ്രശാന്തി കിൻഡർ ഗാർട്ടൻ അല്ല ഇത്, പ്രശാന്തി നിലയമാണ് എന്ന് തന്നെ പറയും. അപ്പൊ ഞങ്ങള് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവിടെ കഴിയായിരുന്നു. അപ്പൊ എൻ്റെ മകൾ ഇവിടെ പഠിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 2010 ഏപ്രിൽ മാസം മോളുടെ ഫോൺ വന്നു. മോളുടെ ഫോൺ വന്നിട്ട് അവളൊരു 5-ാം തീയതിയാണ് ഫോൺ ചെയ്തത്. അമ്മ, സ്വാമി എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, 10-ാം തീയതി യുവർ മദർ മസ്റ്റ് കം ഹിയർ. മസ്റ്റ് ആണ്, വന്നേ തീരൂ. അതായത് 10-ാം തീയതി പക്ഷെ സ്വാമി ഡൽഹിയിലേക്ക് പോവാണ്. പക്ഷെ സ്വാമി പറഞ്ഞു അമ്മ 10-ാം തീയതി ഇവിടെ വന്നേ തീരൂ. അപ്പം എൻ്റെ അമ്മയടുത്തൊക്കെ ഞാൻ അമ്മ പറഞ്ഞു, മോളെ സ്വാമി പറഞ്ഞതല്ലേ, പോയിട്ട് വരും. ഇപ്പൊ ഞാൻ 2 മാസത്തേക്ക് പുട്ടപർത്തി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാക്കും. കാരണം ചേട്ടനൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും. ചേട്ടന് ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ പോവാനും ഒക്കെ. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയെ ഞാൻ എപ്പോഴും അനിയത്തിയുടെ വീട്ടിൽ. അമ്മയ്ക്ക് 88 വയസ്സുണ്ട് കേട്ടോ, 2010. അപ്പൊ അതുകൊണ്ട് അവിടെ ആക്കും. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നോടെ തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ സ്വാമി പറഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വീട്. അപ്പൊ ഉടൻ തന്നെ ഞാൻ പോയി ടിക്കറ്റ് എടുത്തു. അപ്പൊ നല്ല സീറ്റ് കിട്ടി. അതായത് റിസർവേഷൻ, 3rd AC റിസർവേഷൻ, പിന്നെ ഫുൾ റിസർവേഷൻ തന്നെ കിട്ടി. അങ്ങനെ വന്നിട്ട് ഞാൻ 9-ാം തീയതി തിരിക്കുകയാണ്. 10-ാം തീയതി രാവിലെ സ്വാമി ഡൽഹിക്ക് പോകും. ഞാൻ എത്തുമ്പോൾ ഉച്ചയാവും. അപ്പൊ സ്വാമി പോയി. എന്നാലും ഞാൻ ഒരാഴ്ച നിൽക്കാം. അപ്പൊ നമ്മള് തിരിച്ചു വരാനായിട്ട് 18-ാം തീയതിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. മോളും കൂടെ പറഞ്ഞു, മോള് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ മോള് പറഞ്ഞു, അമ്മ ഞാനും കൂടെ വരാം, ഭഗവാൻ അനുവദിച്ചിട്ടുണ്ട്, 18-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിട്ടേൺ ടിക്കറ്റും 18-ാം തീയതി ബുക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഇങ്ങനെ ഞങ്ങൾ ദിവസം രാവിലെ ഭഗവാൻ അവിടെ ഇല്ലെങ്കിലും ഭജനയ്ക്ക് പോവും, വൈകുന്നേരം ഭജനയ്ക്ക് പോവും. അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച 15-ാം തീയതി വ്യാഴാഴ്ച ആയപ്പോ
പിന്നെ മോള് വന്നിട്ട് പറഞ്ഞു, മോള് ഡ്യൂട്ടി ചെയ്യാണ് അവിടെ, മറ്റേ അലമിനി ഉണ്ടല്ലോ, സ്വാമിയുടെ ഓൾഡ് സ്റ്റുഡൻസിന്റെ ഡ്യൂട്ടി, അവൾ ആ ഡ്യൂട്ടി ചെയ്യാണ്. അപ്പൊ അവള് വന്നിട്ട് പറഞ്ഞു, അമ്മ സ്വാമി 16-ാം തീയതി വരുന്നില്ല, 16-ാം തീയതി വരുന്നില്ല, സ്വാമി 18-ാം തീയതി വരുന്നുള്ളൂ. കാരണം സ്വാമി സിംലയിലെ ആനന്ദ നിലയം എന്നുള്ള അമ്പലം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അങ്ങോട്ടും കൂടെ പോയിട്ടേ വരുള്ളൂ എന്നൊരു വാർത്ത ഇപ്പം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയ്യോ മോളെ, അപ്പൊ നമ്മൾ സ്വാമി ഇത്രയും ദിവസം നിന്നിട്ട് സ്വാമിയുടെ ഒരു ദർശനം കിട്ടാതെ എങ്ങനെ പോവും? വ്യാഴാഴ്ച രാവിലെയാണ് ഈ സംഭവം. അവള് ദർശനത്തിന് പോയിട്ട് വന്നിട്ട്, അപ്പം ഞാനും ദർശനം വന്നു. അവള് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വരൂ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഈ വിവരം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ അത് ശരിയാവില്ല, നമുക്ക് സ്വാമിക്കൊന്ന് ചുറ്റിട്ട് നോക്കാം, നമുക്ക് വേറൊരു ദിവസം പോവാം, സ്വാമിയെ കണ്ടിട്ട് എന്തായാലും പോയാൽ മതി എന്ന് കണ്ടിട്ട് ഞങ്ങള് 19, 20, 21 മൂന്ന് ഡേറ്റ് ഭഗവാന്റെ പാദത്തില് പൂജമുറിയിൽ വെച്ചിട്ട് ഒരു ചിട്ടെടുത്തപ്പോ 21 എന്നൊരു ഡേറ്റ് വന്നു. അപ്പൊ തന്നെ ഞാൻ പുറത്തിറങ്ങിപ്പോയി. റെയിൽവേ സ്റ്റേഷൻ വരെ പോകണ്ടല്ലോ, നമുക്ക് പുട്ടപർത്തിയിലെ ബസ് സ്റ്റാൻഡിൽ നമുക്ക് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഞങ്ങളുടെ 18-ാം തീയതി ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് 21-ാം തീയതി ടിക്കറ്റ് എടുത്തു. 21-ാം തീയതി കൺഫേം ഒന്നും അല്ല, പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഭയമില്ല. എപ്പൊ ഞാൻ വരുമ്പോഴും കൺഫേം ഒന്നും അല്ലെങ്കിലും ടിക്കറ്റ് ട്രെയിനിൽ കയറുമ്പോൾ അത് കൺഫേംഡ് ആയിരിക്കും. എത്ര വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും അതെനിക്ക് ഭഗവാൻ എല്ലായ്പ്പോഴും തരുന്ന ഒരു അനുഭവമായിരുന്നു. എത്ര ദൂരം എത്ര പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നാലും ഞാൻ ടിക്കറ്റ് എടുത്ത് ഭഗവാനെ എൻ്റെ കൂടെ വന്നേക്കണേന്ന് പറയും. സ്വാമി അത് കൺഫേം ആക്കും. ആ ഒരു വിശ്വാസത്തിൽ തന്നെ 21-ാം തീയതി കൺഫേം ടിക്കറ്റ് ഒന്നും അല്ല, വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ 21-ാം തീയതി സ്വാമിയുടെ ദർശനം എടുത്തിട്ടേ വരുന്നുള്ളൂ. പറഞ്ഞു മതി, അത് മതി, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടെ വലിയ ബാധ്യതകളൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ മതി എന്ന് പറഞ്ഞു. ശരി. അപ്പൊ 15-ാം തീയതി ഈ സംഭവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങുമ്പോ 15-ാം തീയതി രാത്രി എനിക്കൊരു സ്വപ്നം കിട്ടുകയാണ്. സ്വപ്നം എന്താന്ന് വെച്ചാല് ഭയങ്കരമായ പുക എന്ന് വെച്ചാൽ ആകാശം മുട്ടെ ഘനത്തിലുള്ള പുകയാണ്. ആ പുകയുടെ ഇടയിൽ നിന്ന് ഭഗവാന്റെ 2 കൈകളും ഭഗവാന്റെ റോബ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുള്ള 2 കൈകളും വന്നിട്ട് എന്നെ അനുഗ്രഹിക്കുകയാണ്. അപ്പോഴ് ഞാനൊരു നേരത്തെ കിടന്നതാണ്. അപ്പൊ ഒരു 10:30 മണിയൊക്കെ ആയപ്പോ ഞാൻ ഉണർന്നപ്പോ മോള് TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ടിവിയില് അന്ന് അമേരിക്കയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരുപാട് പുകയുള്ള എന്തോ ഒരു കാട്ടുതീയോ എന്തോ വന്നിട്ട് ഭയങ്കര പുകപടലങ്ങളായിട്ട് അവിടെ ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ മോളെ, സ്വാമി എനിക്കൊരു സ്വപ്നം ഇങ്ങനെ തന്നു, ആ പുകയുടെ ഇടയിൽ കൂടെ സ്വാമിയുടെ 2 കൈയും വന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കണം, അതിന്റെ അർത്ഥം അമേരിക്കക്കാരെ സ്വാമി രക്ഷിക്കുന്നതായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ നമ്മൾ ഭഗവാന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. 18-ാം തീയതി ഭഗവാൻ വരും. പിന്നെ ദർശനത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. 17-ാം തീയതി രാവിലെ ഒരു 5 മണിയായപ്പം മോൾ എന്നെ പതുക്കെ വിളിച്ചു നമ്മ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്ത് പറ്റി? അത് നമ്മുടെ നിർമ്മലാലയം ഭവനത്തിന്റെ ഒരു ഭാഗം, അതായത് നമ്മൾ ചെന്ന് കയറുമ്പോ ലെഫ്റ്റ് സൈഡിലാണ് അമ്മയുടെ ബെഡ്റൂം. അപ്പൊ അമ്മയ്ക്ക് പ്രായമായതുകൊണ്ടും ചെവിയൊന്നും കേൾക്കാത്തതുകൊണ്ടും ഞാൻ അമ്മയുടെ കൂടെയാണ് ഞാനും കിടക്കുക. അമ്മയുടെ റൂമിലാണ് ഞങ്ങൾ 2 കൂടെ ഒരുമിച്ചാണ് റൂമിൽ കിടക്കുക. അപ്പൊ ആ റൂം കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പോയി. അങ്ങനെ ഒരു ന്യൂസ് ഇപ്പം ചിറ്റയുടെ മകള് വിളിച്ചു പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, അച്ഛൻ ഒരു അപകടവും പറ്റിയിട്ടില്ല, ഒരു പോറല് പോലും പറ്റാതെ അച്ഛൻ പുറത്തേക്ക് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി, കുഴപ്പമില്ല, അതായിരിക്കും സ്വാമി അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്, നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടായിരിക്കും. ഞാൻ പിന്നെയും കിടന്നുറങ്ങി അത്രേ. അപ്പൊ മോള് പറഞ്ഞു, ഈ അമ്മ എന്താ ഈ ന്യൂസ് കേട്ടിട്ട് ഇങ്ങനെ ഉറങ്ങണത്? അപ്പൊ എനിക്കെന്തോ മനസ്സിന് യാതൊരു തരത്തിലുള്ള ഒരു വിഷമം തോന്നിയില്ല വാസ്തവത്തില്. അത് സ്വാമിക്ക് ഇഷ്ടം പോലെ സ്വാമി എന്തോ ചെയ്തു, സ്വാമിയുടെ ഇഷ്ടമല്ലേ. ഞാൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി എണീറ്റിട്ട് രാവിലെ ഞങ്ങളുടെ ഒരുപാട് പേര്, ഡോക്ടർ ഓമന അങ്ങനെ പലരും ഉണ്ടായിരുന്നു പുട്ടപർത്തിയില്. അവരെയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്, ബസ്സിൽ ചേച്ചിയുടെ വീട് കത്തി, ബസ്സിൽ ചേച്ചി മോളും അവിടെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യണു? അപ്പൊ പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, മോള് ഡ്യൂട്ടി ചെയ്യുന്നു, ബസ്സിൽ സന്തോഷമായിട്ട് ഇരിക്കണു, അവരെ കണ്ടിട്ട് വീട് കത്തിയ ഭാവമൊന്നുമില്ല. ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞില്ല. കാരണം ഭഗവാന്റെ ഒരു തീരുമാനം, അതിനെന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഭഗവാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണ്, ഒരു കോർഡിനേഷൻ ഉണ്ട് ഭഗവാൻ എപ്പോഴും. പലർക്ക് വേണ്ടി പല കാര്യങ്ങൾ ഒരുമിച്ചാണ് ഭഗവാൻ ചെയ്യുക, ഒരാൾക്ക് വേണ്ടി ഒരു കാര്യമല്ല ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഭഗവാൻ പിന്നെ 18-ാം തീയതി വരികയും ചെയ്തു. 17-ാം തീയതി ഈ സംഭവം, ഏപ്രിൽ 17.
അന്ന് തിരുവനന്തപുരത്ത് 17 വീടുകളാണ് കത്തിപ്പോയത്. പക്ഷെ ഞങ്ങളുടെ വീട് വളരെ പഴയതും സുന്ദരവും സിറ്റിയുടെ നടുക്കും ഒക്കെ ആയതുകൊണ്ട് അതിന് ഭയങ്കര ഫ്ലാഷ് ന്യൂസ് ആയിരുന്നു. എല്ലാ പേപ്പറുകളിലൊക്കെ ഭയങ്കര ന്യൂസ് ആയിട്ടൊക്കെ വന്നു. നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞങ്ങളിവിടെ അതുകൊണ്ട് സാധാരണ പുട്ടപ്രതിയിൽ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവോ ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ഭഗവാന്റെ അടുത്ത് നേരത്തെ ശൗര്യാന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഫ്രണ്ട് ലൈനിൽ ഇരുന്നിട്ട് സ്വാമിയുടെ ഒരു പ്രത്യേക ദർശനം എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. പക്ഷെ മോളും ഞാനും പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഭഗവാൻ നമുക്ക് വേണ്ടി എന്തോ ചെയ്തു, അതിന് നമ്മൾ ഇനിയിപ്പോ പ്രത്യേകം ഭഗവാൻ അറിയുന്ന കാര്യത്തിന് ഇനിയും പ്രത്യേകം ഒരു ദർശനം എടുക്കേണ്ട കാര്യം എന്താ, എവിടെ ഇരുന്നാലും ഭഗവാൻ നമ്മളെ കാണുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രത്യേക ദർശനമൊന്നും എടുത്തില്ല. അപ്പം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എന്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, ഇവിടെ നിങ്ങളിപ്പം ഓടി പഠിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ എല്ലാം സെറ്റിൽഡ് ആണ്, നിങ്ങൾ 21-ാം തീയതി തന്നെ വന്നാൽ മതി. അപ്പൊ 21-ാം തീയതി ടിക്കറ്റ് കൺഫേംഡ് അല്ലാന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല, അവർക്ക് വെറുതെ വറി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ടിക്കറ്റ് ഇല്ലാതെ വരലൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എനിക്കത് പ്രശ്നമല്ല. അപ്പൊ ഞാൻ അതൊന്നും പറഞ്ഞില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു 21-ാം തീയതി വന്നാൽ മതി, ചേട്ടന്റെ നീസിന്റെ വീട്ടിലാണ്, ബാക്കി എല്ലാവരും അമ്മ സുഖമായിരിക്കണു, പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ 21-ാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞു. ഞങ്ങൾ 21-ാം തീയതി പോകും. എന്നിട്ട് ഞങ്ങൾ ഭഗവാന്റെ അടുത്ത്, അപ്പൊ ഭഗവാന്റെ അടുത്ത് ഞാനൊരു നേരിട്ടൊരു എഴുത്ത് പോലും കൊടുത്തില്ല. ഞാൻ യജുർമന്ദിരത്തിന്റെ ബാക്കില് അന്ന് വരുന്ന ദിവസം ഞങ്ങൾ 21-ാം തീയതി രാവിലെ തിരിക്കണമല്ലോ, 10 മണിക്കുള്ള കാറ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ തിരിക്കണം. അപ്പൊ ഭഗവാന്റെ ദർശനം കഴിഞ്ഞിട്ട് ഞാൻ യജുർമന്ദിരത്തിൽ ഭഗവാൻ താമസിക്കുന്ന റൂമുണ്ട്, അവിടെ ചെന്ന് ഭഗവാനോട് പറഞ്ഞു, സ്വാമി ഓൾവേസ് ഗാഡ് മീ ആൻഡ് ഗൈഡ് മീ, ഞങ്ങളെല്ലാവരെയും ഭഗവാൻ ഗാഡ് ആൻഡ് ഗൈഡ് മീ, അത് മാത്രം എപ്പോഴും ബി ഓൾവേസ് വിത്ത് മീ, ഇങ്ങനെ ഒരു സെന്റൻസ് മാത്രം ഞാൻ സ്വാമി അടുത്ത് പറഞ്ഞു. എന്നിട്ട് അത് തന്നെ ഞാനൊരു എഴുത്തായിട്ട് എഴുതി, ബിലവഡ് സ്വാമി പ്ലീസ് ഓൾവേസ് ബി വിത്ത് അസ് ഗൈഡിങ് ആൻഡ് ഗാർഡിങ് അസ് എന്ന് മാത്രം എഴുതിയിട്ട് സ്വന്തം മകൾ വത്സല എന്ന് പറഞ്ഞിട്ട് ആ എഴുത്ത് കൂറിയർ വഴി, അവിടെ പുട്ടപ്രതിയിലപ്പോ കൂറിയർ വഴി ഭഗവാൻ എഴുത്തയക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അങ്ങനെ കൂറിയർ വഴി ഭഗവാൻ എഴുത്ത് വായിച്ചിട്ട് ഞങ്ങൾ പോന്നു. 21-ാം തീയതി അവിടെ ചെന്നു ഞങ്ങൾ വീട്ടിൽ പോകുന്നതിന് മുൻപ് വീട് കത്തിയല്ലോ, അപ്പൊ അത് കാണാൻ പോണമല്ലോ, അത് കാണാൻ. പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും ആർക്കും അറിയുന്നില്ല. ബാക്ക് സൈഡിലുള്ള റൂമാണ് പോയത്. അപ്പൊ പിന്നെ അവിടെ ചെന്നപ്പോ മോള് ഞങ്ങള് എത്തി, അന്ന് വൈകുന്നേരം ആവുമ്പോ എത്തിയത്. അപ്പൊ വൈകുന്നേരം അന്ന് പോയില്ല, പിറ്റേ ദിവസം രാവിലെ വീട് കാണാൻ പോവാം. ആരും പോയിട്ടില്ല, അനിയത്തി ആരും പോയിട്ടില്ല, എല്ലാവർക്കും വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വീടാണ്, ഞങ്ങളുടെ അയൽവക്കത്തുകാർക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വീടാണത്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ പോവാം എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ താമസിച്ചു. അപ്പൊ അങ്ങനെ രാത്രി ഉറങ്ങുമ്പം പിന്നെ മോൾക്ക് ഒരു സ്വപ്നം വന്നു സ്വാമിയുടെ. അപ്പൊ രാവിലെ മോള് പറഞ്ഞു, അമ്മ സ്വാമി പറഞ്ഞു എവറിത്തിങ് ഈസ് ഇൻ പീസസ്, ഡോണ്ട് ഡു എനിത്തിങ്, ലീവ് എവറിത്തിങ് ആൻഡ് കം ടു പർത്തി, ഐ വിൽ ഗിവ് യു ഹൗസ്, ഇങ്ങനെ സ്വാമി പറഞ്ഞു. അപ്പൊ നമുക്കിനി വേറെ ഒന്നും ആലോചിക്കാനില്ല. അപ്പൊ എൻ്റെ അനിയത്തിയുടെ നാത്തുവിന്റെ വീട് വളരെ ഫുള്ളി എക്വിപ്ഡ് ആയിട്ട് അവരൊന്ന് മകള് ഉണ്ടായിരുന്നുണ്ട്, അവര് ഫുള്ളി എല്ലാ സാധനങ്ങളും വെച്ചിട്ട് അവരന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പൊ ഒന്ന് ചേച്ചി വേറെ ഒരിടത്തും അന്വേഷിക്കേണ്ട, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ മതി, ഒരു അറേഞ്ച്മെന്റ് ആവുന്നവരെ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാന്നുണ്ട്. അപ്പൊ എല്ലാം ഉണ്ട്, പ്രൊവിഷൻ സഹിതം വീടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നു. 2 ദിവസം കഴിയുമ്പോൾ മകനും ഫാമിലിയും ബോംബെയിൽ നിന്ന് വരികയാണ്. അവരോടും പറഞ്ഞു നിങ്ങൾ തിരക്കിട്ട് വരണ്ട, പ്ലെയിനിലാണല്ലോ, ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആകെ ഒരു പ്രശ്നമുള്ളത് അമ്മയും ചേട്ടനും. അമ്മ സുരക്ഷിതമായിട്ട് അനിയത്തിയുടെ വീട്ടിലാണ്, അതിനാണ് ഭഗവാൻ എന്നെ 10-ാം തീയതി നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞത്. കാരണം അമ്മയും ഞാനും അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും രക്ഷപ്പെടില്ലായിരുന്നു. കാരണം അങ്ങനെ ഞങ്ങളുടെ വീട് മുഴുവന് തടിയാണ്, പഴയ വീടല്ലേ, പെട്ടെന്നാണ് ഭയങ്കര ചൂടുള്ള ഒരു സമയമായിരുന്നു അത്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഇതായിരുന്നു, ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആയപ്പം പടപടപെടാൻ, പിന്നെ ധാരാളം പേപ്പറുകളും ധാരാളം പുസ്തകങ്ങൾ, കുറേ അധികം സാധനങ്ങൾ ബാക്ക് സൈഡിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നിട്ട് പെട്ടെന്നാണ് തീ പിടിച്ചത്. അപ്പം ചേട്ടൻ രാത്രി ഒരു ഭയങ്കര ചൂട് തോന്നിയിട്ട് ഉണർന്ന് നോക്കിയപ്പം ഞങ്ങളുടെ മുറിയുടെ അപ്പുറത്തെ മുറി ഇങ്ങനെ കത്തുന്നു, പൊക്കത്തിൽ നിന്ന് കത്തുന്നു. അപ്പൊ ചേട്ടൻ പെട്ടെന്ന് ഒരു സാധനം എടുക്കാതെ വേഗം പുറത്തേക്ക് അങ്ങ് ഓടാനാണ് ചേട്ടന് തോന്നിയത്. വേഗം പുറത്തേക്ക് ഓടി. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിന്റെ അയൽവക്കത്തുള്ള ഒരു കുട്ടി രാത്രി ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പം പിന്നെ വീട് കത്തുന്നു നിന്നിട്ട് ഉടൻ തന്നെ ആ കുട്ടി
ഫയർഫോഴ്സ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ റോഡിൽ ഒരു വീട്ടില് തീ പിടിച്ചിട്ടുണ്ട്, വേഗം വരണേന്ന്. അപ്പൊ ചേട്ടൻ അവിടെ എത്തി അവരോട് ഫോൺ ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പേ തന്നെ ആ കുട്ടി ഫോൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഫയർ എഞ്ചിൻ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് തീയൊക്കെ അണച്ചു. അപ്പം തന്നെ നമ്മുടെ പിന്നെ ആശ ആശ പിന്നെ സുരേഷ് ആ കുട്ടി കാറും കൊണ്ട് വന്നിട്ട് പറഞ്ഞു അങ്കിൾ എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോഴത്തേക്കും നമ്മുടെ സായി ഡിവോട്ടീസിന് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ട്, അവരെല്ലാവരും വന്നു. ചേട്ടൻ്റെ നീസൊക്കെ വന്നു. അപ്പം പറഞ്ഞു ചേട്ടൻ നീസിന്റെ കൂടെയാണ് പോയത് അവസാനം. അങ്ങനെ ചേട്ടന് ഒരു ചെറിയ പോറല് പോലും, ഒരു ചെറിയ തീ പോയിട്ട് പൊള്ളല് പോയിട്ട് ഒരു പോറല് പോലും പറ്റാതെയാണ് ഭഗവാൻ സംരക്ഷിച്ചത്. അങ്ങനെ അപ്പൊ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി നോക്കിയപ്പോ ഭഗവാൻ പറഞ്ഞതുപോലെ തടികളല്ലേ, തടികളായിട്ട് തടി കഷ്ണം ഉത്തരവൊക്കെ അതിലൊക്കെ പീസായിട്ട് അത് പിന്നെ ജോലിക്കാരെ നിർത്തി ചേട്ടൻ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അവര് പീസായിട്ട് പല സ്ഥലത്ത് കൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ആവട്ടെ, ഗ്യാസ് ആവട്ടെ, പാത്രങ്ങളാവട്ടെ, ഒരു സാധനങ്ങളും അമ്മയുടെ മുറിയിൽ ഉണ്ടായിരുന്ന 2-3 ഫർണിച്ചർ, അതായത് 1-2 അലമാരികളും അതിലുണ്ടായിരുന്ന തുച്ഛമായ കുറച്ച് വസ്ത്രങ്ങളും പിന്നെ 1-2 പിന്നെ എന്താ പറയാ കട്ടില്, അങ്ങനെയൊക്കെ ഉള്ള 2-3 കുറച്ച് സാധനങ്ങൾക്ക് നഷ്ടം വന്നു. കുറച്ച് അത് നഷ്ടം എന്ന് പറയാനില്ല, അങ്ങനെ മാത്രം. വേണമെങ്കിൽ നമുക്ക് റെനോവേറ്റ് ചെയ്യാം വീട്, പക്ഷെ നമ്മൾ അതിന് അഗൻസ്റ്റ് ആയിരുന്നു. കാരണം ഭഗവാൻ പറഞ്ഞു വരൂ, പിന്നെ അതിന് വേറൊന്നും നമുക്ക് ചെയ്യേണ്ട, ലെറ്റസ് ഗോ ടു പുട്ടപർത്തി. അമ്മയ്ക്കും ഭയങ്കര സമ്മതം. അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും ആവശ്യമില്ല, ഭഗവാൻ എന്ത് പറയണോ അത് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങള് അവിടെ ഇരുന്നു. അപ്പൊ മീൻ്റെയും ഈ നാത്തുവിന്റെ വീട്ടിൽ എത്ര ദിവസം താമസിക്കുക, അവര് വാടകയൊന്നും വാങ്ങിക്കില്ല. അപ്പൊ പിന്നെ അത് അങ്ങനെ താമസിക്കുന്ന. അപ്പൊ മക്കൾ പറഞ്ഞു അമ്മ അത് ശരിയാവില്ല, നമ്മള് 10-15 ദിവസത്തിനാ നമുക്ക് വീട് മാറാം എന്ന് പറഞ്ഞിട്ട് സോറി ഒരുപാട് സമയമാണ്, കുറച്ചും കൂടെ സമയം എടുക്കാൻ. അപ്പൊ നമ്മള് ഒരു വീട് അന്വേഷിക്കണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു പുട്ടപ്പുറത്ത് നിന്ന് കേശവ പെരുമാൾ എന്നൊരാള് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വീട് പിന്നെ വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിട്ട് 6 മാസമായിട്ട് വാടകയ്ക്ക് പോയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഒരു എഴുത്തും കൊണ്ട് വരാന്തയിലിരുന്നു. അപ്പൊ സ്വാമി വന്നിട്ട് അങ്ങേരുടെ അടുത്ത് എഴുത്ത് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഗിവ് ദ ഹൗസ് ടു ദം, ഗിവ് ദ ഹൗസ് ടു ദം എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ആർക്കാണ് അവിടെ വീട് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്, ഏതെങ്കിലും സായി ഡിവോട്ടീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഉണ്ട്, വത്സല ആന്റിക്ക് വീട് വേണം, എന്റെ വീട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ വീട് നോക്കാനായിട്ട് പോയപ്പം അതിലുള്ള വീടിന്റെ പേര് സായി വാസ് എന്നാണ്. സായി വാസ്, സായി നിവാസ് അല്ല, സായി വാസ്, സായി വസിക്കുന്നിടം. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ അകത്ത് 6 മാസമായിട്ട് അടച്ചിട്ടിരിക്കുന്ന വീടല്ലേ. അപ്പൊ ഞങ്ങൾ ഗേറ്റ് തുറന്ന് വീട് തുറന്ന് അകത്ത് വരുമ്പോ ഫ്രണ്ട് വരാന്തയില് 1960 ഭഗവാന്റെ ബർത്ത്ഡേക്കുള്ള ഒരു കലണ്ടർ, ഒരു വാൾ കലണ്ടർ ഉണ്ടല്ലോ, അത് തൂക്കിയിട്ടിരിക്കണം. അത് അപ്പൊ ഞാൻ പൊടി മാറ്റി നോക്കിയപ്പോ അതിൽ എഴുതിയിരിക്കണ എന്താ അറിയോ, ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു, ഗൈഡിങ് യു ആൻഡ് ഗാർഡിങ് യു, ബി പേഷ്യന്റ്, ഡോണ്ട് ബി അഫ്രൈഡ് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ എന്താണ് എഴുതി കൊടുത്തത് അത് തന്നെ വന്നു. അങ്ങനെ ഞങ്ങള് അങ്ങനെ അവിടെ താമസിച്ച ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് 2011 ഞങ്ങൾ ജാനുവരിയില് ചേട്ടൻ ഡ്യൂട്ടിക്ക് വന്നപ്പോ കണ്ടുപിടിച്ചു ചേട്ടന് വളരെ സീരിയസ് ആയിട്ട് ഒരു ഹാർട്ട് പ്രോബ്ലം ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹാർട്ട് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴത്തേക്കും ഡിസംബർ, ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുള്ള എൻ്റെ അമ്മ പാസ്റ്റ് അവേ സ്വാമിയിൽ ലയിച്ചു. അപ്പൊ പിന്നെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലാതെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനും അമ്മയുടെ 41 കഴിഞ്ഞപ്പോൾ പുട്ടപർത്തിയിലേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ സെറ്റിൽഡായി. സ്വാമി പറഞ്ഞു എൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ ആശ്രമത്തിന് വളരെ അടുത്ത് എൻ്റെ അടുത്താണ് നിങ്ങൾക്ക് ഞാൻ വീട് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ 3rd ക്ലാസ്സില് പെട്ടെന്ന് പുറത്തിറങ്ങിയാൽ 5 മിനിറ്റ് പോലും വേണ്ട, അങ്ങനെ നടന്ന് ഗോപുരം ഗേറ്റിലേക്ക് കയറാവുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ 7 വർഷം താമസിച്ചത്. അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയൊക്കെ ഉണ്ടായി. ഇങ്ങനെയാണ് ഞങ്ങൾ സ്വാമി ഇവിടെ എത്തിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, എൻ്റെ മകൾ ഇവിടെ താമസിക്കുകയാണ്. അപ്പൊ അവരും അവളുടെ കുറെ ഫ്രണ്ട്സ് 8-10 ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഒരു ഫ്ലാറ്റില് ഓരോരുത്തർക്ക് അവരവരുടെ വീടുകൾ 2 റൂമുള്ള ഓരോ വീടുകളിലായിട്ട് അവർ താമസിക്കണം. പക്ഷെ എൻ്റെ മകള് മാത്രം ഒറ്റയ്ക്കാണ്, അവളുടെ കൂടെ ആരുമില്ല. ബാക്കി എല്ലാവർക്കും ഒന്നേ സിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ അമ്മയുണ്ട്, അല്ലെങ്കിൽ അച്ഛനുണ്ട്, ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ട്. പക്ഷെ എൻ്റെ മകള് മാത്രം ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ സ്വാമി ഞങ്ങളെ എത്തിച്ചപ്പോ എല്ലാവരും പറഞ്ഞു കണ്ടോ, സ്വാമി
സ്വാമി ഏപ്രിലില് ദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു, നമുക്കതറിയില്ല. പക്ഷെ ഭഗവാൻ അവളെ ഒറ്റയ്ക്കാക്കാതെ പോവാനാണ് തീരുമാനിച്ചത്. മനസ്സിലായത്? അപ്പൊ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് 7 വർഷം നന്നായിട്ട് ഭഗവാന്റെ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പറ്റി. ഭഗവാനിൽ തന്നെ, ഇവിടെ തന്നെ വെച്ച് ഭഗവാനിൽ വിലയം പ്രാപിച്ചു. ഇവിടെ ചിത്രാവതി തീരത്ത് തന്നെ ദേഹം പിന്നെ ക്രിയകളൊക്കെ ചെയ്യാനും പറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും ഭഗവാന്റെ ആ ഒരു ആദേശം അനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പുട്ടപ്പർത്തിയിലെത്തി വളരെ സുഖമായിട്ടും സൗഖ്യമായിട്ടും ശാന്തമായിട്ടും താമസിക്കാനുള്ള അവസരം ഭഗവാൻ തന്നു. ജയസായിരാം. സോറി ഫോർ സോ മച്ച്, ഞാൻ കുറച്ച് സമയം കൂടുതലെടുത്തു. ഇത് കുറച്ച് വലിയൊരു അനുഭവം ആയതുകൊണ്ടാണ്. സോറി ഫോർ എവരിത്തിങ്. സായിരാം. പ്രസന്റ് ചെയ്തോളൂ കേട്ടോ സ്വാമിയുടെ. భక్తికి ఒక పరిమితమైనటువంటిది లేదు. డివోషన్ హస్ నో లిమిట్. సర్వకాల సర్వావస్థల యందుకును భగవంతుని యొక్క చింతనగానే భావించాలి. యు షుడ్ థింక్ ఆఫ్ గాడ్ ఎవ్రీవేర్ ఎట్ ఎవ్రీ స్టేజ్. కానీ ఈ కలి ప్రభావం చేత, బికాజ్ ఆఫ్ దిస్ పూర్ థింకింగ్, కొన్ని పనులు తనవి, కొన్ని పనులు దేవునివి అని విభజిస్తున్నారు. He classifies certain activities of his own, certain activities as the divine. జపము చేయటము, ధ్యానము చేయటము, మెడిటేషన్, పూజ చేయటము, వర్షిప్, ఈ విధమైనటువంటి కర్మలన్నీ కూడాను ఇది భగవంతుని కర్మలు అని భావిస్తున్నారు. We consider them as God's activities. ఇంటి పనులు చక్కదిద్దుకోవటము, వ్యాపారం చేయటము, ఉద్యోగం చేయటము, వ్యవసాయం చేయటము, ఇవన్నీ నా పనులు అనుకుంటున్నాడు. We consider household work, business, job and agriculture as our own activity. ఈ విభేదము చేతనే దైవత్వమైనటువంటి సత్యాన్ని గుర్తించుకోలేకపోతున్నాడు. బికాజ్ సచ్ క్లాసిఫికేషన్ we are not able to understand divinity. భక్తి లేనటువంటిదే భక్తి అని దీనికి అర్థం. That which is not divisible is devotion. నీది నాది అనేటువంటి భేదం లేదు ఇక్కడ. There is nothing like mine and thine. ఎందుకనగా ఏ పనులు చేసినప్పటికీ ఈ దేహంలో ప్రాణం అనేటువంటి పరమాత్ముడు ఒక్కడే ఉంటున్నాడు. You may do any activity, but there is God, one life principle. కనుకనే ప్రాణోపాసన అన్నారు ఆనాటి ఋషులంతా. Therefore it is called the worship with the life. ప్రాణోపాసన చేయటమే భగవంతుని యొక్క ఉపాసన. That is actual worship to God. రామ నమో రామ నమో రాధా మాధవ కృష్ణ నమో దశరథ నందన రామ నమో వసుదేవ నందన కృష్ణ నమో అయోధ్యవాసీ రామ నమో ద్వారకవాసీ కృష్ణ నమో రామ నమో రామ నమో రాధా మాధవ కృష్ణ నమో సీతారమణ రామ నమో రాధారమణ కృష్ణ నమో మారుతి సేవిత రామ నమో గరుడ సేవిత కృష్ణ నమో రామ నమో రామ నమో రాధా మాధవ కృష్ణ నమో शिरडी निवासी राम नमो कर्ति निवासी कृष्ण नमो शिरडी निवासी राम नमो कर्ति निवासी कृष्ण नमो राम नमो राम नमो राधा माधव कृष्ण नमो. സായി ഉപമ: നന്മയ്ക്കും തിന്മയ്ക്കും നിലനിൽക്കുവാനുള്ള അവകാശം ഒരുപോലെയുണ്ട്. ഏതു കാര്യത്തിനും തിന്മ അനുയോജ്യമായിരിക്കുന്നത് പോലെ പെരുമാറുന്നു. അതായത് മധുരനാരങ്ങയുടെ തൊലിക്ക് മധുരമില്ല, പക്ഷെ ഉള്ളിലുള്ള മാധുര്യത്തെ സംരക്ഷിക്കുവാൻ അത് സഹായിക്കുന്നു. മധുരനാരങ്ങയുടെ പച്ചത്തൊലി ഫലം പാകമായി പഴുക്കുന്നവരെ അതിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രമേണ ആ തൊലിക്കും അല്പം മാധുര്യവും സുഗന്ധവും ഉണ്ടാകുന്നു. അതുപോലെ സമ്പർക്കത്തിന്റെ സൂക്ഷ്മമായ സ്വാധീനം കൊണ്ട് തിന്മയെ സാവകാശം നന്മയിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ കഴിയും. ജയ സായിരാം.
താങ്ക് യു സോ മച്ച്. സായിരാം. നല്ല അനുഭവം. സായിരാം. അത് പറഞ്ഞോളൂ. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.